നോർമലൈസേഷൻ, മതം തെറ്റാണെന്ന് പറഞ്ഞ കാര്യത്തെയും അതൊന്നും വലിയൊരു പ്രശ്നമൊന്നല്ല എന്ന രൂപത്തിലേക്ക് മാറ്റിയെടുക്കുന്ന ഒരു അവസ്ഥ നമ്മുടെ സമൂഹത്തിൽ കാണാൻ സാധിക്കും. ഇത് നമ്മുടെ സൊസൈറ്റിയിൽ വളരെ സാവധാനം നടക്കുന്ന ഒരു പ്രക്രിയ. ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം. നമ്മളൊക്കെ ഈ പ്രണയവിവാഹങ്ങൾ, വിവാഹേതരമായ പ്രണയങ്ങൾ അല്ലെങ്കിൽ വിവാഹപൂർവമായ പ്രണയങ്ങൾ എന്ന് പറയുന്നത് ഒരു 10-15 വർഷം മുമ്പ് നമ്മുടെ സൊസൈറ്റിയിൽ വലിയ ഗൗരവത്തോടു കൂടിയായിരുന്നു അത് കണ്ടിരുന്നത്. ആരെങ്കിലും അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അത് വളരെ ഗൗരവത്തോടു കൂടി അതിനെ നമ്മൾ ഹാൻഡിൽ ചെയ്യും. എന്നാൽ ഇന്ന് ഈവൻ ഒരു മതപരമായി നല്ല രൂപത്തിൽ മുന്നോട്ട് പോകുന്ന കുടുംബങ്ങളിൽ പോലും അതൊക്കെ ഇപ്പം ഇന്നത്തെ കാലത്ത് അതൊന്നും എതിർത്തിട്ടൊന്നും ഒരു കാര്യമില്ലല്ലോ എന്ന ഒരു ചിന്തയിലേക്ക് മാറുന്ന നമ്മൾ കാണുന്നുണ്ട്. എന്തേ ഇതിൻ്റെ കാരണം? യാദൃശ്ചികമായിട്ട് ഇങ്ങനെ ഇപ്പോഴുള്ള കുട്ടികൾക്കൊക്കെ ഇങ്ങനെ പ്രണയിക്കാൻ തോന്നിയതാണോ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ബന്ധങ്ങളിലേക്ക് പോയതാണോ? അല്ല, നമ്മുടെ സൊസൈറ്റിയിൽ വളരെ പതുക്കെ നടന്ന ഒരു സോഷ്യൽ എൻജിനീയറിംഗ് ആണത്. വളരെ സിമ്പിളായിട്ട് പറയാം, കഴിഞ്ഞ ഒരു 10-15 വർഷത്തെ ഇറങ്ങിയ മലയാള സിനിമകളുടെ ഒരു കേന്ദ്ര തീം എന്താ, സെൻട്രൽ തീം എന്താ? പലതും പ്രണയമാണ്. ഒരു പ്രണയം ഇല്ലാതെ ഒരു സിനിമ ഓടൂല എന്നുള്ളൊരവസ്ഥയായിരുന്നു അല്ലേ? ആ പ്രണയ സിനിമകളിൽ എന്താ അതിൻ്റെ ഒരു ടെംപ്ലേറ്റ് എന്ന് പറഞ്ഞാൽ, സിനിമൻ്റെ തുടക്കത്തിൽ ഒരു നായകനും നായികയും ഉണ്ടാവും, അവസാനമാകുമ്പോഴേക്ക് എങ്ങനെയെങ്കിലും അവരെന്ത് ചെയ്യണം, ഒന്നിക്കണം. അതാണ് ആ കഥ. അത് പല രൂപത്തിൽ ഇങ്ങനെ കഥ വ്യാപിച്ചു പോകുന്നു മാത്രം. ഇത് കാണുന്നത് ഒരു 2.5 മണിക്കൂർ ഇത് കണ്ടു നിൽക്കുന്ന ആളുകളുടെ മനസ്സിലേക്ക് പതിയെ കൊടുക്കുന്ന മെസ്സേജ് എന്താ? ഇത് ഒരു സിനിമയല്ല, ആയിരക്കണക്കിന് സിനിമകൾ ഇങ്ങനെ ഇറങ്ങി ആ സമയത്ത്, അറ്റ്ലീസ്റ്റ് ആ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്തെങ്കിലും ഇത് കാണുന്ന പ്രേക്ഷകന്റെ മനസ്സിലെന്താ, ഇതുവരെ എങ്ങനെയെങ്കിലും ഒന്നിച്ചെങ്കിൽ. എന്തിനാ ഈ ആഗ്രഹിക്കുന്നത്? താൻ തെറ്റാണെന്ന് വിചാരിക്കുന്ന ഒരു കാര്യത്തിന്, അവിഹിത ബന്ധങ്ങൾ തെറ്റാണെന്ന് അറിയാം, അല്ലെങ്കിൽ അത് കേട്ടിട്ടുണ്ട്, അങ്ങനെ മതം പറയുന്നുണ്ടെന്ന് അറിയാം. പക്ഷേ ഈ സിനിമ കാണുമ്പോഴെങ്കിലും അവരെങ്ങനെയെങ്കിലും ഒന്നിച്ച്, ചിലപ്പോൾ ദ്വാരക്ക ചെയ്യും, എങ്ങനെയെങ്കിലും ഒന്നിച്ചിരുന്നെങ്കിൽ അല്ലേ? അപ്പോൾ ആ രൂപത്തിലേക്ക് അത് നമ്മളിലുള്ള സ്വാധീനമാണത്. അതെങ്ങനെയെങ്കിലും സംഭവിച്ചെങ്കിൽ എന്ന് നമ്മൾ ചിന്തിക്കുക. അതിനുവേണ്ടി നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കുകയാണ്. ഇത് ഒരു സിനിമയല്ല, അനേകായിരം സിനിമകൾ ഇങ്ങനെ നമ്മൾ ഇറങ്ങി. ആ രൂപത്തിൽ നമ്മൾ കുടുംബസമേതം ചില സിനിമകൾ അങ്ങനെ കണ്ടു എങ്കിൽ, നമ്മൾ കുടുംബസമേതം കണ്ട സിനിമകളിൽ നമ്മൾ ആ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ആഗ്രഹിച്ച കാര്യമാണ് ആ അവിഹിതം നടക്കണമെന്ന്. പിന്നെ നമുക്ക് ആ കുട്ടിയോട് പറയാൻ പറ്റുമോ അവിഹിത ബന്ധങ്ങൾ തെറ്റാണെന്ന്? പറഞ്ഞുകൊണ്ട് വല്ല കാര്യം ഉണ്ടാവോ? കാരണം അതിനേക്കാൾ 100 ഇരട്ടി അവരുടെ മനസ്സിലേക്ക് സ്വാധീനമുണ്ടായിട്ടുണ്ട് അത് തെറ്റല്ല എന്ന്, അല്ലെങ്കിൽ അത് നടക്കേണ്ടതാണ് എന്ന്.